മഹാലക്ഷ്മി സീരിയലിൻ്റെ ഏറ്റവും പുതിയ പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. കണ്ണൻ്റെ ജീവിതത്തിൽ നിന്നും മഹാലക്ഷ്മി ഒഴിഞ്ഞുപോയി. പുറത്തുനിന്നും വേറൊരു മഹാലക്ഷ്മി വരുന്നതിന് മുമ്പ് തൻ്റെ സഹോദരിയായ സ്വാതിയെ തന്നെ കണ്ണനുമായിട്ട് വിവാഹം കഴിപ്പിച്ച് വെക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് മേഘൻ. അത് മറ്റൊന്നും കൊണ്ടല്ല, കണ്ണൻ്റെ സ്വത്ത് മാത്രം മോഹിച്ചാണ്. കണ്ണൻ്റെ ജീവിതകാലം മുഴുവനും സ്വാതിയെ ഇണയാക്കി കൂടെ വിടാനൊന്നും മേഘനോ സീമന്തിനിക്കോ വാമദേവനോ ഒന്നും താല്പര്യമില്ല. സ്വത്തുക്കളെല്ലാം നേടിയെടുത്തതിന് ശേഷം കറിവേപ്പില പോലെ കണ്ണനെ വലിച്ചെറിയുക എന്നത് തന്നെയാണ് അവരുടെ ആഗ്രഹവും. ആദ്യം സ്വാതി അംഗീകരിക്കുന്നില്ല എങ്കിലും മേഘൻ പറയുന്നതിലും കാര്യമുണ്ട് മോളെ. കാരണം കണ്ണൻ നിൻ്റെ കഴുത്തിൽ കെട്ടാൻ പോകുന്ന താലിക്ക് ഉറപ്പൊന്നുമില്ല. കാര്യങ്ങളെല്ലാം നടന്നു കഴിഞ്ഞതിന് ശേഷം നല്ല ഉറപ്പുള്ള താലിയുണ്ട്, നല്ലൊരു ചെറുപ്പക്കാരനെ ഞങ്ങൾ തന്നെ കണ്ടെത്തി തരും എന്നൊക്കെ പറയുമ്പോൾ സ്വാതിക്ക് സമ്മതമാകുന്നുണ്ട്. കാരണം മഹാലക്ഷ്മി കണ്ണൻ്റെ ജീവിതത്തിലേക്ക് വരുന്നതിന് മുമ്പിട്ട് വാമദേവൻ ഒരുപാട് ആവശ്യപ്പെട്ടിരുന്നു സ്വന്തം മകളോട് കണ്ണൻ്റെ ജീവിതത്തിലേക്ക് സഖിയായിട്ട് ചെല്ലണമെന്ന്. എന്നാൽ സ്വാതിയാണെങ്കിൽ വീൽ ചെയറിലിരിക്കുന്ന ഒരു പയ്യനെ വിവാഹം കഴിക്കാൻ താല്പര്യമില്ലെന്ന് ഷാഢ്യം പിടിച്ചു നിന്നതിൻ്റെ പേരിനാണ് മഹാലക്ഷ്മി കണ്ണൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നത്. അതിനെ തുടർന്നല്ലേ ഈ പറയുന്ന മഞ്ജു ഉൾപ്പെടെ മേഘൻ്റെ ജീവിതത്തിൽ നിന്നും ഇറങ്ങിപ്പോയത്. നേരെ മറിച്ച് സ്വാതിയാണ് കണ്ണൻ്റെ ജീവിതത്തിൽ ഭാര്യയായിട്ട് വന്നിരുന്നെങ്കിൽ മേഘൻ്റെ ജീവിതം പോലും ഇങ്ങനെയാകില്ല എന്നൊക്കെ അമ്മയും അതുപോലെ അച്ഛനും ഉപദേശിക്കുന്ന സമയത്ത് എല്ലാം തിരിച്ചറിയുന്നുണ്ട് സ്വാതിയും. സ്വത്ത് മോഹിച്ച് വീണ്ടും കണ്ണൻ്റെ ഭാര്യയായിട്ട് തയ്യാറാകുകയാണ് അവൾ. അതിൻ്റെ പേരിൽ കമലേശ്വരം തറവാട്ടിലേക്ക് ചെല്ലുന്നുണ്ട് സ്വാതി. മഹാലക്ഷ്മിയെ കണ്ണൻ വിവാഹം കഴിച്ചതിന് ശേഷം പിന്നെ കമലേശ്വരം തറവാട്ടിലേക്ക് പോയിട്ടേ ഇല്ലായിരുന്നു. ഇനി നിൻ്റെ ആ ഒരു ആറ്റിറ്റ്യൂഡൊക്കെ മാറണം. എന്തും ഏതിനും കണ്ണൻ്റെ കൂടെ തന്നെ കാണണം, അവൻ്റെ സ്നേഹം പിടിച്ചു പറ്റണമെന്നൊക്കെ അമ്മയും മേഘനും ഉപദേശിച്ചു കൊടുക്കുന്നത് പ്രകാരം സ്വാതിയാണെങ്കിൽ കമലേശ്വരത്തേക്ക് ചെല്ലുന്നു. അവളെ കണ്ടതും ഓടി വന്ന് കെട്ടിപ്പിടിക്കുന്നുണ്ട് ദുർഗയ്ക്ക് ഒരുപാട് സന്തോഷമാണ്. സഹോദരൻ്റെ മകൾ തന്നെ കണ്ണൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ സ്വത്തുക്കളിൽ ഉണ്ണിയോ കരുണയോ മഞ്ജുവോ എന്തെങ്കിലും എടുത്താൽ തന്നെ അതൊരു പ്രശ്നമാകില്ലെന്നറിയാം. എന്തായാലും നമ്മുടെ മേഘനും ഇടിച്ചു കയറി കമലേശ്വരത്തേക്ക് വരുന്നു. മഹാലക്ഷ്മി കണ്ണൻ്റെ ജീവിതം തകർത്തതിൻ്റെ പേരിൽ സിമ്പതി കാണിച്ച് കണ്ണൻ്റെ മനസ്സിലേക്ക് ഇടം നേടുക എന്നതാണ് പുള്ളിക്കാരൻ്റെ ഉദ്ദേശം. കണ്ണൻ്റെ അടുത്ത് ചെന്നിരുന്ന് സ്നേഹത്തോടെ സംസാരിക്കുന്നുവെങ്കിലും കണ്ണനാണെങ്കിൽ തീരാത്ത വിരോധമാണ് മനസ്സിൽ. എന്നാൽ പുറത്തു നടിക്കാൻ പറ്റുന്നുമില്ല. എല്ലാവരുടെയും വർത്തമാനത്തിൽ മഹാലക്ഷ്മി എന്തോ വലിയ പാതകം ചെയ്തു, കണ്ണനെ വഞ്ചിച്ചു എന്നൊക്കെ പറയുമ്പോൾ ഉള്ളിൽ പെടയുവാണ് കണ്ണൻ. സ്വന്തം ഭാര്യ ഇന്ന് വരെ തനിക്ക് ദോഷം വരുന്ന ഒന്നും ചെയ്തിട്ടില്ല. ഈ ശത്രുക്കൂട്ടങ്ങളിൽ നിന്നും താൻ ആത്മാർത്ഥമായിട്ട് എണീറ്റ് കാണാൻ ആഗ്രഹിച്ച ഒരേ ഒരു സ്ത്രീ അവളാണ്. അവൾ തൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നതിന് ശേഷമാണ് കൂടെ നിൽക്കുന്നവരുടെ മനസ്സ് പോലും എന്താണെന്ന് കണ്ണൻ തിരിച്ചറിഞ്ഞത്. മരുന്നിൽ മായം കലർത്തി ജീവിതകാലം മുഴുവനും വീൽചെയറിൽ തന്നെ ആക്കാൻ നോക്കിയ സ്ഥാനത്ത് മഹാലക്ഷ്മി മാത്രമാണ് കണ്ണൻ്റെ ഉയർത്തെണീപ്പും നല്ലൊരു ദാമ്പത്യ ജീവിതമൊക്കെ സ്വപ്നം കണ്ട് ഇങ്ങനെയൊക്കെ ത്യാഗം സഹിച്ചത്. ആ ഒരു ഭാര്യയെ തൊട്ടു മുമ്പിലിരുന്ന് ഏറ്റവും മോശപ്പെട്ട സ്വഭാവമുള്ള ഒരു കുറ്റം പറയുമ്പം ആർക്കാണ് സഹിക്കുന്നത്? എങ്കിലും എല്ലാം കൊണ്ട് ക്ഷമിക്കുകയും പൊറുക്കുകയും ചെയ്യുന്നുണ്ട് കണ്ണനും. മേഘൻ കണ്ണനോട് പറയുന്നുണ്ട്, നിൻ്റെ ഭാര്യയായി ജീവിച്ചുകൊണ്ട് നിന്നെ വഞ്ചിച്ച അവളെ ഉപേക്ഷിച്ച നിൻ്റെ നയത്തിനോട് എനിക്ക് ഒരുപാട് ഇഷ്ടമായി. അതുപോലെ മഹാലക്ഷ്മിയെ വെറുക്കുന്ന അതേ അളവിൽ തന്നെ വെറുക്കേണ്ട 2 പേരും കൂടി ഉണ്ട്, ആ അനന്തവും ലേഖയും. അവരും കൂടി ചേർന്നിട്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചേ എന്നാണ് എൻ്റെ മനസ്സ് പറയുന്നത്. കാരണം അവർക്കൊരിക്കലും ഇനി ഒരു കുഞ്ഞുങ്ങളുണ്ടാകില്ലെന്നുള്ള കാര്യം അറിയാം. മഹാലക്ഷ്മി വഴി ഒരു കുഞ്ഞിനെ നേടാൻ വേണ്ടി ആ അനന്തവും ലേഖയും അറിഞ്ഞു വെച്ച് നടത്തിയ നാടകമാണോ എന്നെ കാണാൻ വരുന്ന അമ്മയും സഹോദരനും അതുപോലെ കരുണയും പറയുന്നത് അനന്തവും ലേഖിയ എന്നെ ചതിച്ചെന്ന്? ഒരിക്കലുമല്ല. മഹാലക്ഷ്മിക്കായി മുമ്പേ എൻ്റെ ജീവിതത്തിൽ കടന്നു വന്നവരാണ് അവരെന്നെ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ടെന്നുള്ള കാര്യം എനിക്ക് വ്യക്തമായിട്ടറിയാം. അതുകൊണ്ട് അവരെ ദുഷിച്ച് ഒന്നും പറയണ്ട എന്ന് പറയുമ്പം, അല്ല കണ്ണ, 3 ട്രിപ്പ് പോയതിൻ്റെ കൂട്ടത്തിൽ നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്നത് അനന്തവും ലേഖയാണ്. ആ ഒരു അർത്ഥത്തിലാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. കാരണം മനസ്സിൽ മറ്റൊന്നാണ്. അനന്തവും ലേഖയും കൂടെ നിന്ന് കഴിഞ്ഞാൽ മഹാലക്ഷ്മി എന്നെങ്കിലും കണ്ണൻ്റെ ജീവിതത്തിലേക്ക് തിരികെ വന്നാലോ? മാത്രമല്ല ഒരു വക്കീലാണ്, ഒരു വക്കീൽ ഫ്രണ്ട് കൂടെ നിൽക്കുന്നത് കണ്ണന് പല ഉപദേശങ്ങളും കൊടുക്കാൻ കാര്യമാകും. കണ്ണനും ഒരു വക്കീലൊക്കെ തന്നെ എങ്കിലും കണ്ണന് തോന്നിക്കാത്ത പല കാര്യങ്ങളും അനന്തുവാണ് മുമ്പേ കണ്ണനോട് പറഞ്ഞിട്ടുള്ളത്. നിൻ്റെ കൂടെ നിൽക്കുന്ന ബന്ധുക്കൾ സ്വത്ത് മോഹിച്ചാണ് കൂടെ നിൽക്കുന്നത്, അവർ നിന്നെ ചതിക്കുവാണെന്ന് പറഞ്ഞിട്ട് വക്കീലാണെങ്കിൽ പോലും കണ്ണന് അതൊന്നും പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് എങ്ങനെയെങ്കിലും അനന്തുവിനെ ലേഖയും കണ്ണനിൽ നിന്നും അകറ്റാൻ നോക്കുന്നുണ്ട്.
കണ്ണൻ്റെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് ചെയ്യണമെന്ന് ദുർഗ ആവശ്യപ്പെടുന്നത് പ്രകാരം സ്വാതിയാണെങ്കിൽ കണ്ണനെ ജ്യൂസുമായിട്ടൊക്കെ റൂമിലേക്ക് വരുന്നത് കാണിക്കുന്നുണ്ട്. അതേസമയം മഞ്ജുവിൻ്റെ അടുത്തേക്ക് ഉണ്ണി സ്നേഹത്തോടെ വരുന്നു. മുമ്പത്തെ പോലെയല്ല, നല്ല സ്നേഹത്തോടെ തന്നെയാണ് മഞ്ജുവിനോട് സംസാരിക്കുന്നത്. നീ അറിഞ്ഞോ, കരുണ തിരികെ വീട്ടിലേക്ക് വന്നു. ഇനി നമ്മൾ വിചാരിച്ചതുപോലെ എല്ലാ കാര്യങ്ങളും നടക്കും. അറിഞ്ഞു കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ആ മഹാലക്ഷ്മി എന്ന് പറയുന്ന ഏട്ടത്തി കണ്ണേട്ടൻ്റെ ജീവിതത്തിൽ നിന്നും ഒഴിഞ്ഞുപോയി. സ്വത്ത് മോഹിച്ച് അവർ നടത്തിയ നാടകമാണ് കണ്ണേട്ടനോടുള്ള സ്നേഹം. സ്വത്തൊക്കെ കിട്ടിക്കഴിഞ്ഞപ്പോഴത്തേക്കും അവരവരുടെ തനി സ്വഭാവം പുറത്തിറക്കി. ഇനി നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായി നിൽക്കണം. എനിക്ക് ജനിക്കുന്ന ഒരു കുഞ്ഞിനെ കണ്ണേട്ടന് ഞാൻ കൊടുക്കും. അതിലൂടെ കണ്ണേട്ടൻ്റെ ബാക്കി സ്വത്തുക്കളും കൂടി സ്വന്തമാക്കാം. നീ അതിന് എന്നോടൊപ്പം നിൽക്കണമെന്നൊക്കെ പറയുന്ന സമയത്ത് മഞ്ജു പറയുന്നു, എനിക്ക് കണ്ണേട്ടൻ്റെ സ്വത്തും പണവും ഒന്നും വേണ്ട. ഞങ്ങൾ അധ്വാനിച്ച് തന്നെ ജീവിക്കുന്നത്. അങ്ങനെ മുന്നോട്ട് പോകാനാണ് ഞാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നതെന്ന് പറയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ മഞ്ജുവിനാണെങ്കിൽ മഹാലക്ഷ്മി മുന്നത്തെ പോലെ പുകഴ്ത്തി പറയാനൊന്നും പറ്റില്ലല്ലോ. അവൾ എല്ലാവരുടെയും മുമ്പിൽ ചീത്ത പെൺകുട്ടിയായി മാറിയില്ലേ. മഹാലക്ഷ്മി ഉള്ള സമയത്തല്ലായിരുന്നോ ഓഫീസിൽ ബാലേന്ദ്ര സാറൊക്കെ സ്ട്രോങ് ആയിട്ട് നിൽക്കുക. മഹാലക്ഷ്മി പോയ സ്ഥിതിക്ക് അയാളെയൊക്കെ ഒതുക്കി പണം സമ്പാദിക്കാൻ വേണ്ടി ഓഫീസിൽ തിരിമറി നടത്താൻ വേണ്ടിയിട്ടാണ് മഞ്ജുവിൻ്റെ സഹായത്തിന് അവളെ കാണാൻ വരുന്നത്. എന്നാൽ മഞ്ജു പ്രതീക്ഷിച്ചതുപോലെ കൂടെ നിൽക്കില്ല എന്ന് മനസ്സിലാക്കുന്നുണ്ട് ഉണ്ണി. മഹാലക്ഷ്മി നേടിയെടുത്ത സ്വത്തുക്കളെല്ലാം തിരികെ വാങ്ങിത്തരാമെന്നും വേണ്ടി വന്ന അവളെ ചുട്ടുകൊല്ലാന്ന് വരെ മേഘനാണെങ്കിൽ കണ്ണന് വാക്ക് കൊടുക്കുന്നുണ്ട്. ഇനി സ്വത്തിലെല്ലാം അധികാരവും പറഞ്ഞ് മഹാലക്ഷ്മി കമ്പനിയിലേക്ക് കയറി വരുമ്പോഴായിരിക്കും സ്വത്ത് എഴുതി കൊടുത്തത് എന്തുമാത്രം വെനിയായി മാറി എന്ന് ഈ ശത്രുക്കൾ തിരിച്ചറിയാൻ പോകുന്നത്. എന്തായാലും കണ്ണനും മഹാലക്ഷ്മി ഒന്നിച്ച് മുന്നോട്ട് പോകുന്നതായിരുന്നു നല്ലത്. ഇങ്ങനൊരു അവിഹിത കഥ വേണ്ടിയിരുന്നില്ല. മഹാലക്ഷ്മി പോലെ നല്ലൊരു പെൺകുട്ടിക്ക് ഇങ്ങനൊരു ചീത്തപ്പേര് വരുത്തി വെക്കണ്ടായിരുന്നു. അല്ലാതെ തന്നെ ശത്രുക്കളെ ആ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടുകൊണ്ട് നമുക്ക് കഥ മുന്നോട്ട് കൊണ്ടുപോകാമായിരുന്നല്ലോ. ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. എത്രയും പെട്ടെന്ന് മഹാലക്ഷ്മി തിരികെ കമലേശ്വരൻ തറവാട്ടിലേക്ക് കയറി വരുന്ന ആ ഒരു എപ്പിസോഡിന് വേണ്ടിയിട്ട് കാത്തിരിക്കാം.